നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരത്തിനൊരുങ്ങി ആറാട്ടുപുഴ. പൂരത്തിൽ നിർണായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ാം വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തയ്യാറെടുത്ത് പെരിഞ്ചേരി ALP സ്കൂൾ. സ്കൂളിന്റെ 110ാം വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പാർലം പഞ്ചായത്തിലെ പണ്ടാനം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പൂരത്തിനൊരുങ്ങി ആറാട്ടുപുഴ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്ര മേൽശാന്തി കൊറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൊടിയേറ്റം ഏപ്രിൽ 3-നാണ്. തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും പെരുവനം പൂരം ഏപ്രിൽ 6-നും ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർദ, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, K രാജീവ് മേനോൻ, പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രസിഡന്റ് രവി ചക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയാണ് കാൽനാട്ടിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാനുള്ള പന്തലിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. മുൻവർഷത്തെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഈ വർഷവും പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ്. ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതികളും അതുപോലെ പൂരം ആഘോഷ കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. ആനയെഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും സമയക്രമവും എല്ലാം കൃത്യമായി പാലിക്കുന്ന രീതിക്കുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇത്തവണ നടന്നു വരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതിന് എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണം ആവശ്യമുണ്ട്. ദേവസ്വം ബോർഡായാലും സമിതികളായാലും നാട്ടുകാരായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നും മുൻവർഷങ്ങളുണ്ടായതുപോലെ തന്നെ നല്ലൊരു സഹകരണവും സമീപനവും നമുക്കിതിന് സമയക്രമം പാലിച്ചുകൊണ്ട് യഥാവിധി നടത്തി തീർക്കുന്നതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാമുള്ള സന്നാഹങ്ങൾ മീറ്റിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഈ പൂരം നടക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പരിശ്രമിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. 110ാം വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തയ്യാറെടുത്ത് പെരിഞ്ചേരി ALP സ്കൂൾ. സ്കൂളിന്റെ 110ാം വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചെർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനും മുൻ ADM-ഉമായ CK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപക രക്ഷാകർതൃ ദിനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചേർപ്പ് AO MV സുനിൽകുമാർ ആദരിച്ചു. സ്കൂൾ മാനേജർ VK ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ശ്രീധരൻ, സുനിൽ ചാണാശ്ശേരി, വാർഡ് അംഗങ്ങളായ KA പ്രദീപ്, സായ രാമചന്ദ്രൻ, സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് ശശിധരൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS വേണുഗോപാൽ, AR രാജു, PTA പ്രസിഡന്റ് AR ജയൻ, MPTA പ്രസിഡന്റ് സന്ധ്യ സതീഷ് ബാബു, ഹെഡ്മാസ്റ്റർ MK പ്രസാദ്, പാർവതി എന്നിവർ സംസാരിച്ചു.
തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഗണപതി ഭഗവാനേ പാർലം പഞ്ചായത്തിലെ പണ്ടാരം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പണ്ടാരം കോൾപ്പടവിൻ്റെ ആദ്യമായിട്ട് നടത്തുന്ന കൊയ്ത്തുത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പാടത്ത് 10-20 പെണ്ണുങ്ങൾ നിരന്ന് നിന്നിട്ട് കൊയ്ത് പാട്ടൊക്കെ പാടി കൊയ്യണ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാതും മെഷീൻ കൊണ്ടാണ് കൊയ്ത്തൊക്കെ നടത്തുന്നത്. പാർലം പഞ്ചായത്ത് കർഷകർക്ക് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഉഴവുകൂലിയാണ് വെച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ കർഷകരെയൊക്കെ ആഗ്രഹപ്രകാരം അഭിപ്രായപ്രകാരം നമ്മൾ ഇപ്രാവശ്യം ഉഴവുകൂലിയോടൊപ്പം തന്നെ കുമ്മായം സബ്സിഡി കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ കർഷകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആദ്യമായിട്ടാണ് കൊയ്ത്തുത്സവം എന്ന പേരിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് കമ്മിറ്റി അംഗങ്ങളേക്കും ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഭാഗത്തുള്ള കർഷകർക്ക് കൊയ്യാനും കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് അവിടെ എത്തിക്കാനും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇത്രയും മണ്ണ് വളരെയേറെ മണ്ണ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. 26 ലോഡോളം മണ്ണ് പഞ്ചായത്ത് തന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഈ റാമ്പോ ബലപ്പെടുത്തുവാനും ഈ വഴിക്ക് ലോറി വരുവാനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ മണ്ണ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി. അത് കർഷകർക്ക് വളരെയധികം ഉപകാരമായി. പടവ് കമ്മിറ്റി പ്രസിഡന്റ് KC സണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ്, അംഗം സ്മിനു മുകേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, ചെർപ്പ്, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സബ് ജഡ്ജ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണവും അതുപോലെ നിയമസഹായവുമാണ്. ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ച്, അതായത് നമ്മൾ പഠിക്കേണ്ട സിലബസിൽ നിയമം ഒരു നിർബന്ധിത പാഠ്യ വിഷയം അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നിയമം അറിഞ്ഞിരിക്കേണ്ടതും നിയമം അനുസരിക്കാതിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ് ഒരു ബോധവൽക്കരണവുമാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയിലൂടെ നടക്കുന്നത്. മിക്കവാറും എല്ലാ സ്കൂളുകളിലും തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനൽ ലോയേഴ്സ് ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ നിയമ ബോധവൽക്കരണം നടത്തുന്നത് ഒരു സർവീസാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ. അതിൻ്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നും വളരെയധികം എന്താ പറയുക ആൻറ്റി ഡ്രഗ് ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും നമ്മുടെ ജില്ലയിലുള്ള ജയിലുകളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലാ ജയിലുകളിലും അതുപോലെ സബ് ജയിലിലും സെൻട്രൽ ജയിലിലും ഒക്കെ ഞാനിങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 18-നും 22-നും ഇടയ്ക്കുള്ള ധാരാളം ചെറുപ്പക്കാരായ കുട്ടികൾ ആ ജയിലിലൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഈ കുട്ടികളെന്ന് പറയുന്ന പലരും NDPS കേസസിൽ ഉൾപ്പെട്ട കുട്ടികളാണ്. അതെന്തുകൊണ്ടാണ് പലരോടും സംസാരിക്കുമ്പോൾ എങ്ങനെ ഈ കേസിൽ നിങ്ങൾ ഇൻവോൾവ് ആയി എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട് അവരാരും ഈ കേസുകളിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ല. ഒന്നുകിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കിൽ പോയൊരു സാഹചര്യത്തിൽ അവരുടെ ബാഗിൽ ഇങ്ങനെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട പല വസ്തുക്കളും അവരറിയാതെ തന്നെ ഒന്നുകിൽ അവരുടെ ബൈക്കിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ നിന്ന്, അതായത് കണ്ടെടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരെ കേസിൽ പ്രതികളായി ആക്കപ്പെട്ടവരാണ് എന്ന്. എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശിഷ്ടകാലം എന്ന് പറയുന്നത് സുന്ദരമായ ഒരു സംഗതിയല്ല. ചെയർപേഴ്സൺ ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഈ
വളർന്നു വരുന്ന നമ്മുടെ ഇന്ത്യയുടെ യുവാക്കളുടെ മനസ്സിൽ ഈ തലച്ചോറിനെ ഇല്ലാതാക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. പണ്ടുകാലത്ത് മദ്യമാണ് ആയിരുന്നെങ്കിൽ ഇന്നത് MDMAക്കും കഞ്ചാവിനും വഴിമാറിയിരിക്കുകയാണ്. പോലീസിന് മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എന്തുതന്നെയായാലും ഞങ്ങളുടെ പോലീസ് മേലധികാരികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നും ഇത്തരം ലഹരി തുടച്ചു മാറ്റാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പോലീസിൻ്റെ മാത്രം പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം യുവജന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പോലീസുമായി, ജനമൈത്രി പോലീസുമായി സഹകരിച്ചാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിന്നും ഇത്തരം ലഹരിയെ തുടച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ. ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, അവിടിശ്ശേരി പഞ്ചായത്ത് അംഗം VI ജോൺസൺ, സമിതി അംഗം KR സിദ്ധാർത്ഥൻ, സംവിധായകൻ നിതീഷ്, MG അഭിലാഷ്, സിബിൻ ബൈജു, ക്രിസ് മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പുറത്തിറക്കുന്ന സിനിമ ചേഞ്ചിന്റെ പോസ്റ്റർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് രാത്രി നടത്തവും സെക്കൻഡ് ഷോ സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഇന്ന് തലേദിവസം 7-ാം തീയതി ഇന്നാണ് നമ്മൾ രാത്രി നടത്തവും അതുപോലെ തന്നെയുള്ള പ്രോഗ്രാം ഇന്നാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണേ. മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ ഹസീനേച്ചി പറഞ്ഞതുപോലെ നമ്മൾ കുറേയൊക്കെ മുമ്പത്തെ കാലത്തേക്കാൾ ഒത്തിരി മാറ്റം നമ്മൾക്ക് വന്നു. നമ്മളിന്നിവിടെ മാർച്ച് 8 അനുബന്ധ പരിപാടിയായിട്ടാണ് ഇന്ന് നടക്കുന്നത്. നാളെ മുടക്കു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ നമ്മുടെ വനിതാ ദിനങ്ങളും നമ്മൾ ആചരിക്കുന്നത്. പറയാൻ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഞാൻ കുറെ ആളുകളായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എത്ര ശാക്തീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉള്ള ആളുകൾ കൂടി ശാക്തീകരിച്ചാൽ മാത്രമാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 4 പഞ്ചായത്തുകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത, അനിത, പഞ്ചായത്ത് അംഗങ്ങളായ വനജ, ജയ, പാർലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സുനിത ജിനു, CDPO ശ്രീദേവി S മാരാർ എന്നിവർ സംസാരിച്ചു. ഫ്ളാഷ് മോബ് അടക്കമുള്ള വിവിധ പരിപാടികളും നടന്നു. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതാവേദി കൺവീനർ ശ്രീമതി ധനലക്ഷ്മി VP അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം പ്രദേശത്തെ ഹരിതകർമ്മ സേന അംഗങ്ങളായ അശ്വതി സനിധൻ, റീജ രാജൻ എന്നിവരെ വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് ആദരിച്ചു. വനിതാവേദി അംഗങ്ങളായ രേഷ്മ മനോജ്, ജിജി സുനിൽ, ലൈബ്രറിയൻ രാധാരഞ്ജൻ എന്നിവർ സംസാരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കഴകം പ്രവർത്തിക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായ അംഗത്തെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലികൾക്കായി മാറ്റിയതായി ആക്ഷേപം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസ്സായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവൃത്തിയായ ക്ഷേത്രത്തിലെ മാലകെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളതെന്നാണ് ആക്ഷേപം. ബാബു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെത്താതെ പ്രതിഷേധ സ്വരത്തിലായിരുന്നുവെന്ന് പറയുന്നു. വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴക പ്രവൃത്തിയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന. പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത്.
ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്ന് ഇദ്ദേഹം ജോലി രാജിവെച്ച് പോകാൻ പോലും സന്നദ്ധനായി എന്നുമാണ് ആരോപണം. പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലിമാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപിയുടെ വിശദീകരണം. തളിക്കുളത്ത് 4 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടശ്ശേരി പടിഞ്ഞാറ്, കിഴക്ക്, പത്താംകല്ല് സെന്റർ, കച്ചേരിപ്പടി സെന്റർ എന്നിവിടങ്ങളിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം 16 ലക്ഷം രൂപയിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം വലപ്പാട് സെക്ഷനാണ് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത, ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ അബ്ദുൽ നാസർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ആനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപ്പുരയിൽ സെൻട്രോ മാളിന് സമീപമുള്ള ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇലഞ്ഞിക്കൽ 27 വയസ്സുള്ള ജോജോയെയാണ് ആക്രമിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ കസേരയിൽ ഇരിക്കുകയായിരുന്ന ജോജോയുമായി 3 യുവാക്കൾ സംസാരിച്ച ശേഷം പോകുന്നതും പിന്നീട് കൂട്ടത്തിലൊരാൾ മടങ്ങി വന്ന് ജോജോയെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ചെറുശ്ശേരി തെക്കിനിയത്ത് പാഴായി അന്തോണി മകൻ ജോസ് നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. ഭാര്യ ഷീബ പോൾ, എബി, സിനി എന്നിവർ മക്കളും ഷീബ, ഷിജോ എന്നിവർ മരുമക്കളുമാണ്. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗലസിദ്ധി പൂജ തിങ്കളാഴ്ച നടക്കും. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗലസിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യപൂജ, ഭൂമിപൂജ മുതലായ വിശേഷാൽ പൂജകൾ രാവിലെ 10-ന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9746277702 അല്ലെങ്കിൽ 9961790410 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8040 രൂപ, പവന് 64,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരത്തിനൊരുങ്ങി ആറാട്ടുപുഴ. പൂരത്തിൽ നിർണായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ാം വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തയ്യാറെടുത്ത് പെരിഞ്ചേരി ALP സ്കൂൾ. സ്കൂളിന്റെ 110-ാം വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പാർലം പഞ്ചായത്തിലെ പണ്ടാനം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.